അയോധ്യയിലെ സംഘപരിവാർ കൊള്ളയിൽ പരാതിയുമായി മുൻ ആഭ്യന്തര സെക്രട്ടറി എസ് ലക്ഷ്മി നാരായണൻ സംഭാവന ചെയ്ത 5 കോടി വിലമതിപ്പുള്ള രാമചരിതമാനസം കാണാനില്ലെന്നും റസീറ്റ് കിട്ടിയില്ലെന്നും ലക്ഷ്മി നാരായണൻ. അതേസമയം സ്വർണ്ണാഭരണങ്ങൾ ഉരുക്കി ബിസ്ക്കറ്റുകളാക്കി മാറ്റിയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. വിവരങ്ങളുമായി ഫെമിന ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. ഫെമിന, കേട്ടതിനേക്കാൾ വലുതാണ്, വലിയ കൊള്ളയാണ് ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുൻ ആഭ്യന്തര സെക്രട്ടറിക്ക് തന്നെ രംഗത്ത് വരേണ്ടി വരുന്നു. അയോധ്യയെ വലിയ കൊള്ളയ്ക്കുള്ള ഇടമാക്കി മാറ്റുകയായിരുന്നു സംഘപരിവാർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ ആഭ്യന്തര സെക്രട്ടറിയുടെ പരാതി, മറ്റു വിവരങ്ങൾ? അതെ, അയോധ്യ സംഘപരിവാർ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുൻ ആഭ്യന്തര സെക്രട്ടറി ആയിട്ടുള്ള എസ് ലക്ഷ്മി നാരായണൻ 5 കോടി വിലമതിപ്പുള്ള ഒരു രാമചരിത മാനസ ഈ അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് സംഭാവന ചെയ്തിരുന്നു. അതിപ്പോൾ കാണാനില്ല എന്നൊരു പരാതിയാണ് ഇപ്പോൾ ഈ സംഭാവന കൊള്ളയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. 5 കോടി വിലമതിപ്പുള്ള സ്വർണം കൊണ്ടുണ്ടാക്കിയ രാമചരിത മാനസമാണ് സംഭാവനയായിട്ട് നൽകിയത്. ഇതിൻ്റെ ഔദ്യോഗികമായിട്ട് ഇത് നൽകിയതിനുള്ളൊരു രസീറ്റോ ഒന്നും അദ്ദേഹത്തിന് നൽകിയിരുന്നില്ല. പക്ഷേ ഈ സംഭാവന നൽകുന്ന സമയത്ത് അത് RSSൻ്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ തന്നെ വലിയ ഒരു വാർത്തയാക്കിയിരുന്നു. ഒരു IAS ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ മുഴുവൻ തുകയും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു സംഭാവന നൽകുന്നു, രാമചരിത മാനസം സ്വർണ്ണം കൊണ്ട് എഴുതിയ രാമചരിത മാനസം നൽകുന്നു എന്നുള്ളത് അന്ന് വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ അതുവരെ കാണാനില്ല എന്നതാണ് പുറത്തുവരുന്ന വാർത്ത. അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്, റെസീറ്റ് നൽകിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ട്രസ്റ്റ് സെക്രട്ടറി ആയിട്ടുള്ള ചമ്പത് റായിയോട് അന്ന് ഇത് വിശദീകരണം ചോദിച്ചപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി ചോദിക്കൂ എന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതും പരാതിയിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു കൊള്ള, സാധാരണക്കാർ നൽകിയ പൈസ മാത്രമല്ല, ഈ കേന്ദ്രത്തിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ അയോധ്യ ക്ഷേത്രത്തിലേക്ക് സംഭാവനയായിട്ട് നൽകിയ കോടികളുടെ വിലമതിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ മുതൽ ഇത്തരത്തിൽ സ്വർണ്ണ രാമചരിത മാനസം വരെ കാണാനില്ല എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനിടെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. ഇപ്പോൾ അയോധ്യയിലെ സംഘപരിവാർ കൊള്ളയിൽ ക്ഷേത്ര ട്രസ്റ്റിനെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതി ജോൺ ബ്രിട്ടാസ് MP. ട്രസ്റ്റ് രൂപീകരിച്ചത് കേന്ദ്രം നേരിട്ടാണെന്നും ട്രസ്റ്റിന്റെ ഭരണകാര്യങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്നും ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഒരുപക്ഷേ ഈ ട്രസ്റ്റ് വിവരാവകാശ പരിധിയിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് സംഘപരിവാർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കൊള്ളകൾ പുറത്തു വരും. വളരെ വലിയൊരു നീക്കമാണ് ഇപ്പോൾ ആ അർത്ഥത്തിൽ ജോൺ ബ്രിട്ടാസ് MP നടത്തിയിരിക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായും നമുക്കറിയാം എങ്ങനെയാണ് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് എന്നുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. 2019 ഇതിന് ആസ്പദമായിട്ടുള്ളൊരു കോടതി വിധി ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് പാർലമെൻറ്റിലൂടെ ഒരു നിയമം നടപ്പിലാക്കുകയും കേന്ദ്ര സർക്കാർ നേരിട്ട് ഔദ്യോഗികമായിട്ടുള്ളൊരു വിജ്ഞാപനം നടത്തിക്കൊണ്ട് മുതിർന്ന IAS ഉദ്യോഗസ്ഥർ നേരിട്ട് ആണ് ഇത്തരത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ഒരു നിർമ്മാണത്തിലേക്കൊക്കെ കടക്കുന്നത്. അത്തരത്തിൽ കേന്ദ്രത്തിൻ്റെ ഒരു നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, പ്രാണപ്രതിഷ്ഠാ ചടങ്ങൊക്കെ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ്. അത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടലിലൂടെ ഉണ്ടായ ഒരു ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ചതും ട്രസ്റ്റിലേക്കുള്ള അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തതുവരെ കേന്ദ്ര സർക്കാരാണ്. പക്ഷേ ഇതിനെ ഒരു സ്വയം പബ്ലിക് അതോറിറ്റി ആയിട്ട് കാണാനാകില്ല. 2025 ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവിൽ സ്വയംഭരണാധികാരമുള്ള ഒരു ട്രസ്റ്റായിട്ടാണ് ഇതിനെ കണ്ടിരിക്കുന്നത്. ഒരു പബ്ലിക് അതോറിറ്റി ആയിട്ട് ട്രസ്റ്റിനെ കാണാത്തത് കാരണം തന്നെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ട്രസ്റ്റ് ഭാഗമാകുന്നില്ല. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് 2025 കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രിക്ക് ജോൺ ബ്രിട്ടാസ് MP ഇപ്പോൾ ഒരു കത്തെഴുതിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഔദ്യോഗികമായിട്ടുള്ളൊരു വിജ്ഞാപനത്തിലൂടെ രൂപീകരിച്ച ട്രസ്റ്റിനെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സുതാര്യത ഉറപ്പാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിൽ ഇത്തരത്തിൽ വലിയൊരു സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു കൊള്ള നടക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു സുതാര്യത ഗവൺമെൻറ് നേരിട്ട് ഉറപ്പാക്കേണ്ടതുണ്ട്, വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ ഒരു സ്വയംഭരണാധികാരമുള്ള ഒരു ട്രസ്റ്റായിട്ട് ഇതിനെ കാണുന്നതിലൂടെ അത്തരത്തിൽ ഒരു സുതാര്യത ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രിക്ക് ഇത്തരത്തിൽ ഈ ഒരു നിലപാട് പുനഃപരിശോധിക്കണമെന്നും ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകണമെന്നും ജോൺ ബ്രിട്ടാസ് MP ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, ഫെമിനയാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ, അയോധ്യ സംഘപരിവാർ കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ഏതായാലും രാജ്യത്തെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതും അയോധ്യയിലെ സംഘപരിവാർ കൊള്ളയെ കുറിച്ച് തന്നെയാണ്.